ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി നേരെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഭൂമിയും അതേപോലെ തന്നെ അജയും കൂടി തർക്കിച്ച് നിൽക്കുന്നത് ഈ അഞ്ജന കാണാനിടയായിട്ടുണ്ടല്ലോ. ആ സമയത്ത് അഞ്ജന ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അഞ്ജന നേരെ സത്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മാവ ഒരു കാര്യം ഉണ്ടായി അമ്മാവ. കാര്യം? എന്ത് കാര്യം? ഒരു സ്ട്രേഞ്ചർ ഗേള്. സ്ട്രേഞ്ചർ ഗേളോ? അതാരാ ചോദിച്ചപ്പോഴേക്ക് അതാരാണെന്നറിയില്ല. പക്ഷേ അജയുടെ കൂടെ ഭയങ്കര തർക്കമായിരുന്നു. ഇടിക്കും അടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കം. അതിനിടയിലേക്ക് ഞാൻ കയറി ചെന്നു. നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് എന്നോട് ചോദിക്കാം നീ ആരാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞേ ഞാനിവിടുത്തെ ആളാന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാനും ഇവിടുത്തെ ആളാണ്. അതെ, കൂടുതൽ വേഷം കിട്ടിയാലേ നല്ല അടി ഞാൻ തരും എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ തിരിച്ചടിക്കുമെന്ന് പറയുന്ന വലിയ അമ്മാവ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അഞ്ജന മോളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ വളർന്നു അവള്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതേ അമ്മാവ, അവൾ എന്തൊരു തർക്കുത്തര കാര്യമാണ്. എന്തൊക്കെയാണ് അവൾ പറഞ്ഞു കൂട്ടിയത്? സ്വന്തം വീട് എന്ന രീതിയിലല്ലേ അവൾ എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചത്. എനിക്ക് അവളുടെ പെരുമാറ്റമൊന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല മാവ. ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അഞ്ജന മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് ഞാൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ചോദിക്കണം അമ്മാവ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദാ വരുന്നു നമ്മുടെ അഞ്ജന, നമ്മുടെ ഭൂമി. അപ്പോൾ ഭൂമിയെ കണ്ട് പെട്ടെന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ് ഇവിടെ സത്യൻ. അപ്പോൾ സത്യൻ ഓടിച്ചില്ലുകയാണ്. ആഹാ മോളെ എന്ന് വിളിച്ചുകൊണ്ട് സാറോ? സാറെന്താണ് ഇവിടെ? ഇതാണ് എൻ്റെ വീട്. ഇത് കേട്ട ഭൂമി ഞെട്ടിപ്പോണ്. ഇത് സാറിൻ്റെ വീടാണോ? അതെ, ഇതെൻ്റെ വീടാണ്. അപ്പോൾ സാറേ ആ CI സാറില്ലേ, അജയ് സാറ്, അതാരാ? അതെൻ്റെ പെങ്ങക്കടെ മോനാണെന്ന് പറയാണ്. ഓ അത് ശരി. എന്താ മോളെ ഇവിടെ? ഇവിടെ പൂജക്കുള്ള നിവേദ്യമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വന്നാ ഞാൻ. ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നതേ. അപ്പം അതും കൊണ്ട് വന്നതാണെന്ന് പറയണം. മോളെ കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. ശരി, നിവേദ്യമൊക്കെ കൊണ്ടേ കൊടുക്ക്. ഇത് കേട്ട അഞ്ജനയാണെങ്കിൽ കണ്ണും മിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നാണം കെട്ട് പോയല്ലോ എന്ന രീതിയിൽ തന്നെയാണ് അഞ്ജന നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ അഞ്ജനയാണെങ്കിൽ എന്തെങ്കിലും ഒപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അഞ്ജന നേരെ നമ്മുടെ അജയുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുക. കൂട്ടുകാരെന്ന് വെച്ചാൽ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്കിളോ? എന്നെ കയറി അങ്കിൾ എന്ന് വിളിക്കാൻ പാടുണ്ടോ? ഞാൻ യങ് വക്കീലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, യങ് അഡ്വക്കേറ്റ് അല്ലേ? അതെ, ഒരു സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചറോ? എന്ത് സ്ട്രേഞ്ചർ? ഏത് സ്ട്രേഞ്ചർ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. വീട്ടിൽ കയറി വന്നിട്ടേ ഓരോ അധികാരങ്ങൾ കാണിക്കുകയാണ്. എന്നോട് ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് തർക്കിച്ച് കയറിയെന്നേ. സത്യമായിട്ടും തർക്കിച്ച് കയറിയോ? അതെ, തർക്കിച്ച് കയറിയെന്നേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ അവളോടൊന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. ഏത് സ്ട്രേഞ്ചർ ആണെങ്കിലും ഈ അഡ്വക്കേറ്റ് അവളെ പുറത്തിറക്കിയിരിക്കും. അങ്ങനെ ഈ കുടുംബത്തോട് കയറി വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എങ്കിൽ പോയി ഒന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശരി ഞാൻ പോയി ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അജയ് ആരാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭൂമി തിരികെയാണ്. ഭൂമി തിരിഞ്ഞപ്പോഴേക്കും ഇയാളോ? ആഹാ, ഇയാളും ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനിവിടെ വന്നതാ ഈ പൂജകൾക്കൊക്കെ പങ്കെടുക്കാൻ. അപ്പം ഞാനേ നിവേദ്യം കൊടുക്കാൻ വേണ്ടി വന്നതാ. അത് ശരി. ഞാൻ വിചാരിച്ച് വേറെ വല്ല ആവശ്യത്തിന് വേണ്ടിയാന്ന്. ചില ഫ്രോഡുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതിനു വേണ്ടി തന്നെ. അപ്പം ഇതും ഈ അഞ്ജന കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടവരെല്ലാം ഈ ഭൂമിയോട് നല്ല അടുപ്പം കാണിക്കുന്നു. ഇത് കണ്ട അഞ്ജന പേടിച്ച് നിൽക്കുന്നത് എന്തോ സംഭവം എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇയാളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്രോഡ് ഞാനാണോ? ചിലവർക്കത് മനസ്സിലാവും ആരാണ് ഫ്രോഡെന്ന്. സാർ ഒരിക്കലും ഫ്രോഡല്ല സാറേ. സാറ് ആള് നല്ല ഡീസൻ്റ് ആണെന്ന് നമുക്കറിയാലോ. അത് മതി. അപ്പം നമ്മൾ ഡീസൻ്റ് ആണെന്ന് ഉറപ്പിച്ചു അല്ലേ? എങ്കിൽ പിന്നെ എനിക്കവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളിക്ക് അഞ്ജനയ്ക്ക് ഇതൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അഞ്ജന നേരെ വന്നിട്ട് അങ്കിളെ, എൻ്റെ പൊന്നു കുട്ടി എന്നോട് അങ്കിളെ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ? എങ്കിൽ പിന്നെ ബ്രോ. അത് മതി. അല്ല എങ്ങനെയാ പരിചയം? എനിക്കറിയാം കുട്ടിയെ. അല്ല ആ പെണ്ണും പിന്നെ അജയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല
എന്തെങ്കിലും അഫെയർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ വക്കീല് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഏതായാലും വക്കീലിൻ്റെ പരിപാടി ഒന്നിലൊന്ന് കൂട്ടി കൂട്ടി പറയാം. വക്കീൽ കള്ളം പറയുമെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, വക്കീലിന് കള്ളം പറയാനുള്ള അനുവാദമൊക്കെ ഉണ്ട്. അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജനയാണെങ്കിൽ പറ, ഈ അജയും ഈ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്? പിന്നെ ഭയങ്കര ബന്ധമുണ്ട്, ഒരിക്കലും പിരിയാൻ പറ്റാത്ത ബന്ധം, അഫെയർ ദേ രഹസ്യബന്ധം. അവർ രണ്ടുപേരെ മുടിഞ്ഞ പ്രണയത്തിലാണെന്നേ, ലവേഴ്സ്. ഇത് കേട്ട അഞ്ജന ഞെട്ടിപ്പോവാണ്. സത്യമാണോ പറഞ്ഞത് എന്ന് ചോദിക്കണം. അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. എന്തോ എന്നെ ആരാ വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ഈ വക്കീല് പോവുകയാണ്. അപ്പോൾ വക്കീല് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജനയ്ക്ക് കാലി വന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോഴാണ് അഞ്ജനയുടെ അമ്മയുടെ വരവ്. അപ്പം അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അമ്മേ അത് നോക്കിയാ അവളോട് എല്ലാവരും കയറി മിണ്ടുക, എന്തോ അധികാരം സ്ഥാപിക്കുന്നത് പോലെയാ അവളോട് എല്ലാവരോടും കയറി മിണ്ടുന്നതും. ഇവളെല്ലാവർക്കും പരിചയമാണല്ലോ അമ്മേ, ഇതെന്താ മനസ്സിലാവുന്നില്ലല്ലോ? ഇപ്പം നോക്കിക്കണ്ടേ, ദേ അപ്പച്ചിയും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അപ്പച്ചിയും സംസാരിക്കുകയാണ്, അതായത് അജയുടെ അമ്മ. അപ്പം അജയുടെ അമ്മയൊക്കെ, ഭൂമി ഇവിടെ ഉണ്ടായിരുന്നോ? ഭൂമി നിവേദ്യം കൊണ്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നിവേദ്യം കൊണ്ട് വന്നതാണ്. അപ്പോഴേ ഒരു പായസ ഇത് മറന്നുപോയി, അപ്പം അത് അച്ഛൻ ഇപ്പം തന്നെ കൊണ്ടുവരും. അതിനെന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ, മോളാണ് ഇവിടെ വന്നതല്ലേ, ഒരുപാട് സന്തോഷമായി. മേഡത്തിൻ്റെ വീടേ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഉണ്ട്, എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട കേട്ടോ, ആൻറ്റി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ്. ഈ വീടൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു. ആണോ, അങ്ങനെയാണോ? അപ്പോഴാണ് ദാ മുത്തശ്ശി നേരെ അഞ്ജനയുടെ അടുത്തേക്ക് വരിക. അപ്പം അഞ്ജനയെ തുറിച്ചൊന്ന് അടിമുടി നോക്കുക. കാരണം അവൾ സാരി ഉടുത്തിട്ടില്ല, പൂജയാണെന്ന് പറയുകയും ചെയ്തു. സാരി ഉടുക്കണമെന്നും ആഭരണങ്ങൾ ഇടണമെന്നും ഒക്കെ പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് കലി വരികയാണ്. പറഞ്ഞാൽ കേൾക്കില്ലല്ലേ അഞ്ജനെ, നിന്നോട് എന്താ പറഞ്ഞത്? സാരി ഉടുക്കണമെന്നല്ലേ പറഞ്ഞത്? നിന്റെ മോൾക്കൊരു പറഞ്ഞനുസരണം ഇല്ലേ ഭവാനി എന്ന് ചോദിക്കുകയാണ്. അയ്യോ അത് പിന്നെ അമ്മേ, അവൾക്ക് സമയം കിട്ടിയില്ല, കാരണം അവൾ ഉറങ്ങിപ്പോയായിരുന്നേ, അതുകൊണ്ട് അവൾക്ക് സമയം കിട്ടില്ല. സമയം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ധിക്കാരം കാണിക്കുകയാണ് ചെയ്തത്. എൻ്റെ മുന്നിൽ ഇനി മക്കളും പറയുന്നത് ഞാൻ അനുസരിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് കൊള്ളാലോ. അപ്പോഴേക്കും ഈ അഞ്ജന പേടിച്ച് നിൽക്കുകയാണ്. ധിക്കാരമേ ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞു മനസ്സിലായോ? പെട്ടെന്ന് മുത്തശ്ശി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ഭൂമി നിൽക്കുക. ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ തെളിഞ്ഞു, മുഖമൊക്കെ തെളിഞ്ഞു. അങ്ങനെ മുത്തശ്ശി നേരെ ഭൂമിയുടെ അടുത്തേക്ക് മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കണ്ട വഴി തന്നെ ഭൂമി കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കണം, നല്ലതായിട്ട് വരട്ടെ. അപ്പോഴേക്കും മാല പുറത്തേക്ക് ഇറങ്ങി കിടക്കുക. ആ മാല കണ്ട പണി കിട്ടുമെന്ന് ശരിക്കറിയാം. അപ്പോൾ ഭൂമിയാണെങ്കിൽ ഈ മാലയുടെ കാര്യമൊന്നും ഭൂമിക്ക് അറിയില്ലല്ലോ. ഭൂമി സാരി മര്യാദക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ സാരിയുടെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ മാലയും. അങ്ങനെ ഈ ഭവാനി മോളോട് പറയണം, നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ സാരി ഉടുക്കണമെന്നു. പിന്നെ സാരി ഉടുക്കാനായിട്ട് പോകുന്നു, ഒരു വൃത്തികെട്ട വേഷം, എനിക്കിഷ്ടമല്ലാതെ. അവരെന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു, പിന്നെ ഞാൻ എങ്ങനെ സാരി ഉടുക്കുന്നത്? അതൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല. എങ്കിലും അനുഭവിച്ചോ. ഇത് കണ്ടില്ല അമ്മേ, അവളിപ്പം മുത്തശ്ശിയും കൈക്കിലെടുത്തിരിക്കുകയാണല്ലോ. ഇവൾ ആരാണ്, എന്താണ്? എനിക്കറിയില്ല അവൾ ആരാണ് എന്താണെന്നൊക്കെ, എവിടെ നിന്ന് വന്നതാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭവാനിയും പറയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയോടൊരു വിശേഷങ്ങൾ ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പം ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിയുടെ മകൾ പറയണം, അതെ അമ്മേ, ഭൂമി പറയുന്നത് എന്താണെന്നറിയാവോ? ഈ വീട് സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. ആണോ, സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അനുവാദം കൂടാതെ ഈ വീട് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ കേസ് കൊടുക്കും. മുത്തശ്ശി അങ്ങനെയൊന്നും കേസ് കൊടുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അങ്ങനെ ഒരാളല്ല മുത്തശ്ശി, എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, മുത്തശ്ശി ഉമ്മ പറഞ്ഞല്ലേ, മോൾക്ക് സ്വപ്നം കാണാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതെ മുത്തശ്ശി, ഞാൻ ഒരു നിവേദ്യ പായസം കൊണ്ടുവരാനായിട്ട് മറന്നുപോയേ, അപ്പോൾ അത് അച്ഛനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇപ്പം തന്നെ എത്തിക്കും. അച്ഛന് വരുമല്ലേ? എങ്കിലേ പൂജകളെല്ലാം കഴിഞ്ഞ് സദ്യകളെല്ലാം കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഈ പൂജയിലെ മോളും പങ്കെടുക്കണമെന്ന് പറയണം. അയ്യോ, ഇത് വീട്ടുകാർ നടത്തുന്ന പൂജയല്ലേ, കുടുംബ പൂജ. അപ്പോൾ പിന്നെ ഞാനതിൽ പങ്കെടുത്താൽ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഏതായാലും മോളെ ഈ കുടുംബം അങ്ങോട്ട് ഞാൻ അംഗീകരിച്ചു, എന്താ അതുപോലെ എന്ന് ചോദിക്കുകയാണ്. ഒരു ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ഭൂമി ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. പക്ഷേ ഇതെന്താ അച്ഛൻ എത്താത്തത്? ഇനിയിപ്പോൾ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു. അച്ഛൻ ഇനി വയ്യാതെ എവിടെയെങ്കിലും നിൽക്കുമായിരിക്കോ? അങ്ങനെ ഭൂമി നേരെ അമ്മയെ വിളിക്കുകയാണ്. അമ്മേ, അച്ഛൻ ഇതുവരെ എത്തിയില്ലല്ലോ അമ്മേ. എത്തിയില്ലേ? എന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്?
കുറേ സമയമായപ്പോൾ എന്നിട്ട് കുറച്ച് സമയമായി, മോൾ ടെൻഷൻ അടിക്കാതെ, അച്ഛനിപ്പോൾ എത്തിക്കോളൂന്നേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ആ പൂജകളെല്ലാം നടക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അജയ് കാണണം. അപ്പോൾ അജയ് ആണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം അഞ്ജന പറയാണ്, അമ്മേ എന്നെ അജയ് മൈൻഡ് പോലും ചെയ്യുന്നില്ല, നീ അവിടെ പോയി ഇരിക്കടി, അത് വേണം പോയി ഇരിക്കുക. അങ്ങനെ അജയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീൽ അവിടെ നിന്ന് എണീറ്റ് മാറുകയാണ്. അജയുടെ അടുത്തിരുന്ന് അജയുടെ കൈ കയറി ഇങ്ങനെ ഇറുക്കി പിടിക്കുക. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. കെട്ടാമള പെണ്ണല്ലേ, കൂടുതലൊന്നും സംസാരിച്ചില്ല. അപ്പം അജയ്ക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട്. അജയ് ആണെങ്കിൽ വക്കീലോട്, നീ എന്തിനാണ് എണീറ്റ് പോയത്? അത് പിന്നെ കെട്ടാൻ പോണ പെണ്ണല്ലേ, വന്നു കഴിഞ്ഞാൽ ഞാൻ എണീറ്റ് കൊടുക്കണ്ടോ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്ന് പറയാണ്. എന്നെ എന്തിനാ ശരിയാക്കുന്നത്, നീ എണീറ്റ് കൊടുക്കണ്ട, ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പൂജകളെല്ലാം നടക്കുന്ന സമയത്ത് മാല എടുത്തുകൊണ്ട് വരൂ. അപ്പോൾ ഒരു മാല എടുത്തുകൊണ്ട് ആ വേലക്കാരി വരുന്നത്, ഒരു മാലയാണോ, 2 മാല വേണ്ടേ? അപ്പോൾ 2 മാല എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഈ അജയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കഴുത്തിലേക്ക് മാല ഇടുക. അത് കഴിഞ്ഞപ്പോഴേക്കും കർപ്പൂരം എവിടെ? ഇത് കേട്ട ഭവാനിക്ക് കലി വരികയാണ്. നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറയണോ എടുത്തുകൊണ്ട് വരാനായിട്ട്? പൂജ ഇവിടെ നടക്കുന്ന കാര്യം അറിയില്ലേ? എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെക്കണ്ടേ? നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. അയ്യോ മേഡം. അപ്പോഴേക്കും നമ്മുടെ അജയ് പറയാണ്, ഒറ്റക്കല്ല ചേച്ചി, ഞാനും കൂടി സഹായിക്കാൻ വായിച്ചേ. അപ്പോഴേക്കും ഈ അഞ്ജന അജയെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഭൂമി കാണുകയും ചെയ്തു. അപ്പോൾ ഭൂമി പറയാണ്, ചേച്ചിയുടെ കൂടെ ഞാൻ വരാം വാ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഭൂമി വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും അവിടെ നിരത്തി വെക്കണം. പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുക. അങ്ങനെ നമ്മുടെ ഭൂമി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. ഭൂമിക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴേക്കും വരുന്നു അച്ഛൻ സൈക്കിളിൽ വന്ന് മടുത്തു. അപ്പോൾ ആ വീടിൻ്റെ വാതിക്ക് വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് തന്നെയാണ് വീട്. അപ്പോൾ ഭൂമിയുടെ സ്കൂട്ടറും കാണുകയാണ്. ലക്ഷ്യം തെറ്റിയില്ല, അപ്പം ഇത് തന്നെയാ വീട് എന്നും പറഞ്ഞുകൊണ്ട് നേരെ ആ ഗേറ്റും തുറന്ന് വീടിനകത്തേക്ക് കയറുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.